ഒന്ന് എത്താനും വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഹിറാ ഗുഹ കയറിയാലേ ഉംറ ചെയ്യാവുള്ളൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ കയറുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കാരണം എന്താ? മക്കയിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ തൊട്ട സ്ഥലങ്ങളൊക്കെ ഒരുപാട് വിപുലീകരിച്ച് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഹിറാ ഗുഹ അന്ന് മുത്തുനബി അതേ ഗുഹയിലേക്കാണ് ഇന്ന് പോകുന്നത്. ലോകത്തിൻ്റെ നേതാവ്, ഈ ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ ഗുഹയുടെ മുകളിൽ കയറുകയും മലയുടെ മുകളിൽ കയറുകയും ആ ഗുഹയുടെ ഉള്ളിൽ 7 ദിവസം നിൽക്കുകയും ചെയ്തു. ഈ 7 ദിവസവും അവിടത്തേക്ക് ഭക്ഷണവുമായി ചെന്നിരുന്നത് അവിടുത്തെ ഭാര്യയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആരാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ? മുത്തുനബി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു. മുത്തുനബി തങ്ങൾക്ക് ഏത് പ്രതിസന്ധി സമയത്തും, ഏത് വിഷമഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും ഒരുപോലെ താങ്ങി നിന്നിരുന്നതായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആ ഖദീജ ഉമ്മ ദിവസേന 2 പ്രാവശ്യം അവിടുത്തെ ഭർത്താവിന് വേണ്ടി ഭക്ഷണവുമായിട്ട് ഈ മലയുടെ മുകളിലേക്ക് ദിവസം കയറിയിരുന്നു. ആ മലയുടെ ഉയരം നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മയെ കല്യാണം കഴിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വയസ്സ് എത്രയാണ്? 25. ഖദീജ ഉമ്മയുടെ വയസ്സ് എത്ര? 40. 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്ത് കിട്ടുന്ന എത്ര വയസ്സിലാ? റസൂലായി പ്രഖ്യാപിക്കുന്ന എത്ര വയസ്സിലാ? 43. വേറെ മാറ്റണ്ട. 40. ഏതാണ്? 40-ാം വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നത്. ആ റസൂലാക്കി പ്രഖ്യാപിച്ച 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സുണ്ടെങ്കിൽ ഖദീജ ഉമ്മക്ക് 55 വയസ്സുണ്ട്. മുത്തുനബി തങ്ങൾക്ക് 7 മക്കളിൽ 6 മക്കളെയും പ്രസവിച്ചതായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ, ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ, ആ ഖദീജ ഉമ്മ ദിവസേന അവിടുത്തെ ഭർത്താവിന് വേണ്ടി ഭക്ഷണവുമായിട്ട് ചെന്നിരുന്നു. ഇപ്പൊ ഒന്നൊക്കെ നമ്മളെ എരിയിൽ പോയിട്ട് കുറച്ച് നേരം വെക്കിയിട്ട് ഭക്ഷണം ചോദിച്ചോ കാണാൻ പോയി അടുക്കളയിൽ പോയി തൊളിന്നൊക്കെ പറയില്ലേ. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മയുടെ വരവ് കണ്ടപ്പോ മുത്തുനബി തങ്ങൾ പറയാണ്, യാ ഖദീജ, ഖദീജ ഉമ്മയോട് പറയാണ്, വീട്ടിൽ വേലക്കാരത്തികളുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് നിങ്ങൾ കയറി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി തങ്ങളോട് ഖദീജ ഉമ്മ പറയാൻ, നബിയെ, എൻ്റെ ഭർത്താവിനോടുള്ള കടമ ഇന്നും ഞാൻ പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭർത്താവിനോടുള്ള കടമ തീർന്നിട്ടില്ല. ചിലവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. ചിലവരൊക്കെ കുറച്ച് ഭക്ഷണം ഒന്ന് കൊണ്ടേ കൊടുത്ത് കുറച്ച് നേരം വെക്കാൻ മുഖം മാറ്റിയ എന്തെങ്കിലും വിഷയത്തിൽ ദേഷ്യം പിടിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ കൂട്ടത്തിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും അവർ റസൂലുള്ളാഹിന്റെ ഭാര്യയായ ഖദീജ ഉമ്മ പറയാ, എന്നിട്ടും ദിവസം 2 നേരം ആ മലയുടെ മുകളിൽ കയറി ഭർത്താവിൻ്റെ ഭക്ഷണം കൊടുത്തു എങ്കിൽ എത്രയാണ് അവിടുത്തെ ഭർത്താവിനോടുള്ള കടപ്പാടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭർത്താക്കന്മാർക്ക് വേറെ വരുന്നുണ്ട്, അതിനെ വേറെ സമയത്ത് പറഞ്ഞോളാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ എല്ലാ യാത്രയും തുടക്കത്തിൽ ഇവിടെ ഇങ്ങനെ പറയും. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, ഓരോ ഉദ്ദേശങ്ങളുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാത്തൊരാരെങ്കിലും ഉണ്ടതിൽ ഇല്ല. 100 കണക്കിന് പ്രശ്നങ്ങളാണ്. കാലങ്ങളായി മരുന്ന് കുടിക്കുന്നവരുണ്ട്. നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് ഈ പടി കയറിയാൽ ഇൻഷാ അല്ലാഹ്, ഇപ്പൊ ഇന്ന് കണ്ട ഇവിടുന്ന് സ്റ്റെപ്പ് അത് മുതൽ അതുവരെ സ്റ്റെപ്പാണ്. നല്ല സൗകര്യമാണ്. നമ്മൾ കുറച്ചാൾ പോയാൽ ഈ മലയുടെ രൂപം നമുക്ക് മനസ്സിലാകും. ഈ കല്ലും പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഖദീജ ഉമ്മ ദിവസം 2 നേരം കയറി പോയിട്ടുണ്ട് എങ്കിൽ അബിമാരെ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾക്ക് കയറിക്കൂടെ? കഴിയാത്തവർ അൽഹംദുലില്ലാഹ്, ആ ഒരു ഉദ്ദേശം ബർക്കത്ത് ഉദ്ദേശം വന്നതാണ്. കഴിയുന്നത് വരെ അവിടെ ഒരു പീടിയുണ്ട്, അതുവരെ കയറി അവിടെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മുകളിൽ പോയിട്ട് ഇതായിരിക്കും. നമ്മൾ മുകളിൽ കയറും, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിസ്കരിക്കേണ്ട പലരും നിസ്കരിക്കുന്നുണ്ടാവും. അവിടെ പോയിട്ട് ഇരുന്ന് മുത്തുനബി തങ്ങൾ ഇരുന്ന സ്ഥലം, ലോകത്തിൻ്റെ നേതാവ് ഇരുന്ന സ്ഥലം, അഷ്റഫുൽ ഖൽഖായ ഹബീബായ തങ്ങളെ
ഇന്ന് വരെ നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ കഴിഞ്ഞോ? ഇല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സ്നേഹമില്ലാത്തവരുണ്ടാവൂല. ആ റസൂലുള്ളാഹ് അവിടുന്ന് കൽപ്പിച്ച പ്രകാരം നമ്മൾ ജീവിക്കുന്നു. കാണാതെ ഒരാൾ കൽപ്പിച്ച ആ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും കാണാതെ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാണ്. ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ ബുദ്ധി പറഞ്ഞ് ഭ്രാന്തന്മാരായ ഒരുപാട് മഹാന്മാരും ഒരുപാട് ആളുകളെ നമ്മൾ കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. ആ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. സ്നേഹല്ലേ നമ്മൾക്ക് മനസ്സിന്? സ്നേഹല്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ മദീനയിലേക്ക് യാത്ര പോകും. ആ മദീനത്ത് ചെല്ലുമ്പോൾ മുത്തുനബി തങ്ങൾ നമ്മളെ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ അറിയണം. മദീനത്ത് പോയിട്ട് നമ്മൾക്ക് പറയണം, അവിടുത്തെ ജബലുൻ നൂർ ഞങ്ങൾ കയറി വന്നവരാണ്, ജബലുൻ നൂർ ഞങ്ങൾ കണ്ടു വന്നവരാണ്, അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് റസൂലുള്ളാഹിനോട് പൊട്ടിക്കരയണം. അതിനുള്ള നല്ലൊരു അവസരമാണ്. എന്ത് പ്രയാസമുണ്ടോ, എന്ത് ഉദ്ദേശമുണ്ടോ അത് മുന്നോട്ട് വെച്ച് മനസ്സ് നിയ്യത്ത് വെച്ച് ഈ പടി കയറി ഇൻഷാ അല്ലാഹ് മുകളിൽ കയറി തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് അത് കിട്ടുമെന്നുള്ള 100% ഉറപ്പാ. മക്കളില്ലാതെ വിഷമിക്കുന്നവര്, 500 ഷുഗറുള്ള ഈ 67 വയസ്സുള്ള ഒരു ഉമ്മ ഇത് മുഴുവനും കയറി തിരിച്ചറിഞ്ഞു. ആ ഉമ്മയുടെ ഷുഗർ കുറഞ്ഞു. ഉമ്മയുടെ ഒറ്റ ലക്ഷ്യം എന്തായിരുന്നു? ഷുഗർ കുറയണം. നമ്മൾക്ക് കടങ്ങളുണ്ട്, വീടുകൾ വേണം, വഴികൾ വേണം, മക്കളെ കെട്ടിക്കണം, 100 കണക്കിന് പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ട്. എല്ലാത്തിനും പരിഹാരം ഈ മല കയറലോടുകൂടി നമ്മൾക്ക് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രല്ല അതിലേറെ വലുത് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം, മുഅ്മിനായി മരിക്കണം. ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കി, ഇന്ന് 24 മണിക്കൂറിൽ എത്ര